കായംകുളം കോർട്ട് കോംപ്ലക്സിൽ പുതിയ അഡീഷണൽ ജില്ലാ കോടതി അനുവദിക്കണമെന്ന് കായംകുളം ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച എക്സിക്യൂട്ടീവ് ക്യാമ്പ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ക്യാമ്പിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വി ബോബൻ അധ്യക്ഷത വഹിച്ചു. കായംകുളം കോർട്ട് കോംപ്ലക്സിൽ പുതിയ അഡീഷണൽ ജില്ലാ കോടതി അനുവദിക്കണമെന്ന് കായംകുളം ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോർട്ട് കോംപ്ലക്സിന്റെ 3ാം നില കോടതി തുടങ്ങുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒഴിഞ്ഞു കിടക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് അനുവദിച്ച മുൻസിഫ് കോടതിയും ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയും മാത്രമാണ് ഇപ്പോഴും കായംകുളത്ത് പ്രവർത്തിക്കുന്നത്. സർക്കാരിന് പുതിയതായി യാതൊരു സാമ്പത്തിക ബാധ്യതയും പുതിയ കോടതി അനുവദിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ജില്ലാ കോടതികളിൽ കായംകുളത്തുകാർ കിലോമീറ്റർ ദൂരെയുള്ള ആലപ്പുഴയിലും മാവേലിക്കരയിലുമാണ് പോകേണ്ടത്. കായംകുളത്ത് കോടതി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. 2023 20 കോടി രൂപ മുടക്കി 3 നില കോർട്ട് കോംപ്ലക്സ് പണി കഴിപ്പിച്ചത്. ഇപ്പോൾ 2ാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. കായംകുളം ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ പ്രസിഡന്റ് വി ബോബൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് സുനി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ഡി സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. സീനിയർ അഡ്വക്കേറ്റുമാരായ അഡ്വക്കേറ്റ് ഡി സുധാകരൻ, കെ പി നന്ദകുമാർ, വി രാധാകൃഷ്ണൻ, ഒ ഹാരിസ്, എൻ ശിവദാസൻ, ജോർജ് വർഗീസ് എന്നിവർ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കളക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിലാക്കി അതുകൊണ്ട് കമ്പ്യൂട്ടറിൽ ആ സിസ്റ്റത്തിനകത്തിലാക്കി പിന്നെ അങ്ങോട്ടും താമസം വരുമ്പോൾ കുറേ പേര് വെട്ടുക, കുറേ പേര് മാറ്റുക, കുറേ പേര് ചേർക്കുക. ചില സഹകരണ സംഘങ്ങൾ വോട്ടർമാരെ കടപെട്ട് വെക്കുന്ന രീതിയായിരുന്നു പലപ്പോഴും സംഭവിച്ചു. അപ്പോൾ അതെല്ലാം മാറ്റി നല്ല തന്നെ കഴിഞ്ഞ ഭരണസമിതി ഇപ്പോഴും അത് കുറേ മാറ്റം നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ മാറ്റം MR സലീം, ഉണ്ണി ജെ വാരിദ്, ജൂബി കെ മറിയം, പ്രഭാത് കുറുപ്പ്, കമൽ ഷാജഹാൻ, റിയാന ആർ, ആദിത്യൻ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.